എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 6 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് മൂൺ സോംബ് അവിടെ കണ്ടറിയാം ഒരു ഹൊറർ ഫീലാണെന്ന്. അവിടെ ഒരു ജീവി ഉള്ളതും കാണാം. അത് കഴിഞ്ഞ് വേറൊരു പ്ലേസിൽ അവിടെയാകണം. അവിടെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉള്ള ടാങ്സിൻ്റെ മാർഷൽസ് ഉള്ളുണ്ട്. ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരാകണം ബ്ലൂ സിൽവർ പ്ലാന്റ്. അതാദ്യമായിട്ടാണ് അവൻ കാണുന്നത്. അങ്ങനെ നിലയ്ക്ക് അവനെ വിളിക്കുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ ഒന്നല്ല രണ്ടല്ല ഒരുപാടധികം ബ്ലൂ സിൽവർ പ്ലാന്റ്. ഇങ്ങനെയുള്ള ഒരു പ്ലേസിലാണ് ഷാങ്ലി ജീവിക്കുന്നത് എന്നൊരു ഡൗട്ട് അവനുണ്ട്. എന്നാൽ അതിൽ പോയിസൺ പോലെയുള്ളതും കാണാം. പെട്ടെന്നാണ് ലീഷൻ എന്തോ പറ്റുന്നത്. ആ ജീവി കൺട്രോൾ ചെയ്താക്കിയതുപോലെ. എന്നാൽ പെട്ടെന്ന് അവൻ തട്ടി മാറ്റി വിളിച്ച് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നതുപോലെ വാ പോകാം. അങ്ങനെ നടന്ന് അവർ മുൻപ് കണ്ട സ്ഥലത്തെത്തി. അവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നത് കാണാം. അതുപോലെ അവർ പോകുമ്പോൾ അവിടെ ഒരു മുതല അല്ലെങ്കിൽ ക്രോക്കഡൈലിനെ കാണിക്കുന്നുണ്ട്. ആദ്യം ആൻറ്റിഡോസ് കഴിയാം എന്ന് പറഞ്ഞ് ലീഷൻ അത് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ അറ്റാക്ക്. അപ്പോൾ തന്നെ ഹാവച്ചൻ തട്ടി കിട്ടി. അവർ രണ്ടുപേരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് പിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ എന്തോ അതിനെ തടഞ്ഞു. അപ്പോൾ തന്നെ തിരികെ പോകുന്നത് പോലെ അവിടെ എന്തോ മാറ്റങ്ങളും വരുന്നു. ഒരു പച്ച സ്മോക്ക് പോലെ. പെട്ടെന്ന് അവർ വേറെ എവിടെയോ നിൽക്കുന്നത് പോലെ. അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. ഒരു സൗണ്ട് കേട്ട് അതിനെ എതിർക്കാനായിട്ട് നിൽക്കുമ്പോൾ വരുന്നതാകട്ടെ ഒരു കുഞ്ഞു ജീവിയാണ്. അതിനെ കാണാൻ നല്ല രസമുണ്ട്. അതിനെ കണ്ടവിടെ ലീഷൻ പോകുന്നു. അതിന്റെ അടുത്ത് വന്നിട്ട് അതിനെ കൊഞ്ചിക്കുകയാണ്. അങ്ങനെ നിൽക്കുകയാണ് ആ ജീവി. അത് ഹിപ്നോട്ടൈസ് ചെയ്യുന്നേ. അവൾ അതിൽ കൺട്രോളായി. അത് പോകുമ്പോൾ അതിന്റെ പിറകെയും പോകുന്നു. എന്തൊരു സംശയം തോന്നി. എന്നാൽ ഹാവച്ചനും ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ ഇത് കാണാം. പിച്ചു 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 എന്ന് പറഞ്ഞാണ് ആ ജീവി പോകുന്നേ. അതിന്റെ പിറകെ ലീഷനും. അപ്പോഴാണ് അവിടെ എന്തോന്ന് കാണുന്നത്. അവൻ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ അവൾ ഇട്ടുകൊടുത്ത റിങ് അതിൽ നിന്ന് എന്തൊരു പവർ വന്ന് അവനെ ഹാലുസിനേഷനിൽ നിന്ന് പുറത്തു എത്തി. ഒരു നിമിഷം അവന് സ്റ്റണ്ണായി പോയി. അപ്പോൾ അവൻ മുൻപ് കണ്ടത് അതൊരു ഇലൂഷനാണ് എന്നും ലീഷിനെ കൊണ്ടുപോകുന്നത് ആ ക്യൂട്ടായി ജീവിയില്ല അതൊരു തടി മാത്രമാണ് എന്നത് മനസ്സിലാകുന്നേ. അവളാകട്ടെ ഒരു കുളത്തിലേക്കാണ് ഇറങ്ങി പോകുന്നത്. മേ ബി മുതലക്കുളയാകണം. മുതലക്കുളം. അവൾക്കപ്പോഴും അത് ഒരു ക്യൂട്ട് ജീവി പോലെയാണ് അതിനെ പിടിച്ചോണ്ട് പോകുന്നത്. പിച്ചു പിച്ചു. ഹാവച്ചൻ തടയാനായിട്ട് പോകുന്ന നേരം ഇത്രയും നേരം അവരെ എങ്ങനെയാണോ ആക്കിയ ആ ജീവി അത് കാണിക്കുന്നത്. അതിന്റെ പേരാണ് ഷാങ്ലി ഫോക്സ് എന്ന് പറയാം. അതിന് പേരൊക്കെ എന്തിന് അത് കാരണമാണ് അവർക്ക് ഇങ്ങനെയത് എന്നത് അവന് മനസ്സിലായി. അതൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അതിനെ തടഞ്ഞു. എന്നാൽ തെറിച്ചുപോയി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ലീഷൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. കുറച്ചുകൂടി മുങ്ങിപ്പോവും അല്ലെങ്കിൽ മുതലപടിയും. അങ്ങോട്ട് പോകാൻ പറ്റാതെ ഫോക്സും തടയുന്നു. അവനിപ്പോൾ ഫൈറ്റ് ചെയ്യണോ അതോ എങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകണോ എന്ന ഡൗട്ടാണ്. എങ്കിലും ഫൈറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കുകയാണ്. അത് വായിൽ നിന്ന് ഓരോ ഇലൂഷനാകുന്നത് അത് വിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നല്ല സ്ലിപ്പായിട്ട് പോകുന്നു. ലീസിനെ ആദ്യം രക്ഷിക്കാനാണ് അവൻ നോക്കുന്നത്. എന്നാൽ അതിന് കഴിയുന്നില്ല. പിന്നെ തിരികെ അട്ടിക്കാനായിട്ട് തുടങ്ങി. ആ ട്രൂ വൈറ്റ് സോഡ് സ്കില്ലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നു. എങ്ങനെ പോയിട്ടും കാര്യമില്ല. എന്തോ ഒന്ന് ആലോചിക്കുന്നു. അത് അറ്റാക്ക് ചെയ്ത് തടയാൻ നോക്കി. എന്നാൽ പിന്നും അവനത് ഹാലുസിനേഷനിലാക്കിയതുപോലെ. ഇത്രേ ഉള്ളൂ എന്ന രീതിയിൽ ഫോക്സ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നക്കി ടെസ്റ്റൊക്കെ ചെയ്യുന്നു. ടേസ്റ്റ്. എന്നാൽ പെട്ടെന്നാണ് ഒരു കൗണ്ടർ അറ്റാക്ക്. അത് അവൻ അങ്ങനെ അടുത്തേക്ക് വരുത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ആ റിങ് തന്നെ ആകണം. ആ ഒരു മൊമെന്റ് ഒന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാലുസിനേഷൻ മാറി. അതോടെ ലീഷിന് ബോധം വന്ന് അവൾക്കും കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞ് അവർ ആ ആൻറ്റിഡോസ് അത് കഴിച്ചു. ഇനി ആ ഹാലുസിനേഷൻ ആക്കിയാലും കഴിയില്ല. ഇനി നിന്നെ ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് അത് ചെയ്യാനായിട്ട് തുടങ്ങി. മാറി മാറി തിരിച്ചടിച്ച് അങ്ങനെ കുറച്ചു നേരം പോകുന്നു. ഇത്രയും നേരം ലീഷന് എന്താകും എന്ന ടെൻഷനായിരുന്നു. അങ്ങനെയാണ് നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇനി പ്രശ്നമില്ല. അതിന് ഹാലുസിനേഷൻ വർക്കാവുകയില്ല. തിരികെ കൊടുക്കുവാണ്. ട്രൂ വൈറ്റ് സോഡൊക്കെ ഉപയോഗിച്ച് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന് ചാടി അടിക്കാനായിട്ട് വന്നു. എന്നാൽ അത് ലീഷിന്റെ ഒരു സ്കിൽ യൂസ് ചെയ്ത് തടഞ്ഞു. അതോടെ തെറിച്ചുപോയി. അവനെ അസിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അവന്റെ ഫൈറ്റിനിടയിൽ കയറുന്നില്ല. കാരണം ഇത് അവന്റെ 3ാമത്തെ ടാസ്ക്കാണ്. അവളുടെ തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ പരിക്കാണ് ഞാൻ നോക്കിക്കളാം എന്ന് പറഞ്ഞ് അവനും പോയി. അവളാണെങ്കിൽ നല്ല രീതിയിൽ വീക്കായി പോയി. കാരണം ഹാലുസിനേഷനിലേക്ക് ഡീപ്പായിട്ട് പോയതാണല്ലോ. എന്നാൽ അവരങ്ങനെയില്ല. അവരുടെ ഫൈറ്റ് പിന്നെയും അങ്ങനെ പോകുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടി അവിടെ മുഴുവൻ ഇടിയുന്നത് പോലെ. അവനൊരു അറ്റാക്ക് അസിസ്റ്റ് പോലെ അവൾ ഇനി എല്ലാം നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് നേരെ മുകളിലേക്ക് പോകുന്നു. അവൻ നേരെ ചാടി വന്നിട്ട് ക്രോസ് അതുകൊണ്ട് അതിനെ കൊന്നു. ഫോക്സിന്റെ വായിൽ നിന്ന് ഒരു ക്രിസ്റ്റൽ അത് അവന് കിട്ടി. അതിനെ കൊന്നു എന്ന് നോക്കിയാൽ അത് ആ ചെറിയ രൂപത്തിലേക്ക് ആക്കിയിട്ട് മുതലയുടെ വായിലേക്ക് പോയി. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നേരം നിന്നെ ഫോളോ ആക്കുന്നതാണ് എന്ന് ലീസിൽ. അവന് കിട്ടിയ ക്രിസ്റ്റൽ അത് ആ ഫോക്സിന്റെ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആണ്. അവന്റെ കൾട്ടിവേഷന് ഉപകാരമാകും. അവന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ പോകുന്നു. പറഞ്ഞതുപോലെ തന്നെ അവർ എല്ലാവരും പ്ലാൻ ചെയ്തതാണ്. അവരെല്ലാം അതിന്റെ ആളുകളാണ്. പിച്ചു പിച്ചു. എന്നിരുന്നാലും വന്ന കാര്യം നടന്നു. അവനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നത് അവന് മനസ്സിലായി. അവരോട് നന്ദി പറയുമ്പോൾ അതൊന്നും സീനിലിടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നു.
ലീഷിനോട് എന്തായാലും അവൻ തിരിച്ചു വരും എന്ന് നളൻ പറയുകയാണ്. അവനോട് ഭയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നും പോകുന്നുണ്ട്. എങ്ങനെ വീട്ടിലേക്ക് കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയുള്ളവർക്ക് 1 ലക്ഷം മാത്രമുള്ള ഡീമൺ ഹണ്ടർ ലീഗ് കോമ്പറ്റീഷൻ അവൻ തിരികെ അവൻ്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നു. ഹാപ്പി അവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഫ്ലവേഴ്സ് അതെല്ലാം എടുത്ത്, കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് അവൻ്റെ അമ്മയെ കാണാൻ പോകുന്നത്. എന്നങ്ങനെ ഓടി വരുമ്പോഴാണ് അവൻ്റെ അമ്മ പുറത്തേക്ക് വയ്യാതെ വരുന്നതും ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ സ്റ്റണ്ണായി പോയി. കാരണം പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഷിങ്യു എന്തോ ചെയ്തു എന്ന് അവൻ വിചാരിച്ചു. നിങ്ങൾ എന്താ എൻ്റെ അമ്മയെ ചെയ്തേ? അതിനൊന്നും പറയുന്നില്ല. അടിക്കാനായിട്ട് വന്നു എന്നാൽ ജസ്റ്റ് ഒന്ന് പറപ്പിച്ചു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നു. 10 കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് പിന്നെ കാണിക്കുന്നത്. ത്രോൺ ഓഫ് സീൽ ഒരെണ്ണം ഷിങ്യുവിന് കിട്ടി. അത് യങ് ഏജ് തന്നെ. അതിൻ്റെ പാർട്ട് പോലെ വായു വാൽനക്ഷത്രം പോയല്ലോ, എൻ്റെ വിഷയം നടക്കുമോ എന്നറിയില്ല. ഷിങ്യുവിനോട് നീ എന്താ ചോദിക്കായിരുന്നു എന്നതിന് ഇതിലെനിക്ക് വിശ്വാസമില്ല. എന്തിനാണ് വെറുതെ നടക്കുന്ന ആഗ്രഹം അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്? അതിന് ചിരിച്ചുകൊണ്ട് എല്ലാവരും ഇത് വരുമ്പോൾ നടക്കുമെന്ന പ്രതീക്ഷയിലാണോ ചെയ്യുന്നത്? ഇതെല്ലാം റെയറായിട്ട് വരുന്നതാണ്. അത് കാണാൻ കഴിയുന്നത് തന്നെ ലക്കാണ്. അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ട ആഗ്രഹവും. എന്നെ നോക്കിയാൽ ജനിച്ചപ്പോൾ തന്നെ ഞാൻ വീക്കാണ്. എൻ്റെ ഉള്ളിലെ രോഗം ഓരോ ദിവസം കൂടി വരുവാണ്. എങ്കിൽ കൂടി ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ ഷിങ്ങി സോറി, അതൊന്നും കാര്യമില്ല, ഇനി വരുമ്പോൾ എന്തെങ്കിലും വിഷ് ചെയ്യണം. അപ്പോൾ തന്നെ നെയ്സെറ്റ് അവിടെ ഒരു കോമറ്റ് അതിനെ വിടുന്നു. നോക്ക് പറയുന്നിട്ട് പറയുമ്പോൾ നീയും സാധാരണ പോലെ ആകാൻ അത് കേട്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെയൊന്നും ആഗ്രഹിച്ച നടക്കുമോ നടക്കില്ലേ, നീ എൻ്റെ കൂടെ ഡാൻസ് കളിക്കൂ. അങ്ങനെ അവർ അവിടെ ഡാൻസ് കളിക്കുകയാണ്. അവിടെ വെച്ച് അവരുടെ പ്രണയം അത് തുടങ്ങിയതൊന്നും മനസ്സിലാക്കാം. ഒരു സ്റ്റോറിക്കുള്ള വകുപ്പുണ്ട്. എന്തു തന്നെയായാലും ഇവിടെ അടിക്കാൻ നോക്കിയെന്ന് തെറിച്ചു പോയി. അവൻ എഴുന്നേറ്റ് അവൻ്റെ അമ്മയെ തരാനായിട്ട് പറയുമ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ അപ്പുറം നീ വന്നാൽ നിൻ്റെ അമ്മയെ തരാം. അവൻ നേരെ ചെന്ന് എന്നാൽ തട്ടി അകറ്റി അവനോട് നിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അറിയാമോ? അതൊന്നും കേൾക്കുന്നില്ല. പിന്നെയും ചെല്ലുന്നു തെറിച്ചു പോകുന്നു. അത് നിന്റെ ദേഷ്യം അത് നീ അങ്ങനെ ഇല്ലാതാക്കണം. അവൻ ഓരോ സ്കില്ലുകൾ അത് യൂസ് ചെയ്യുമ്പോൾ പഠിപ്പിച്ച ആശാനോട് തന്നെ എന്ന പോലെ അതെല്ലാം സിമ്പിളായിട്ട് ഇല്ലാതാക്കി. അവൻ സോഡ് അതെടുത്ത് നീര് വരുന്നു. അത് തട്ടിയിട്ട് അവൻ ചാടി വരുമ്പോൾ സ്വന്തം സോഡ് അത് കുത്താനായിട്ട് വന്നു എന്ന് വിചാരിച്ച് അത് മാറ്റി അപ്പുറത്ത് പോകാൻ നോക്കി. എന്നാൽ അത് കഴിഞ്ഞില്ല, കടിച്ചു കൊടുത്ത്. ഇവനെ കൊണ്ട് അവനോട് സ്വന്തം ലൈഫ് നോക്കാൻ പറ്റാതെ നീ എങ്ങനെയാണ് നിന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യുക? അതുകൂടി കേട്ടപ്പോൾ ചെക്കൻ്റെ കൺട്രോൾ വിട്ടുപോയി. പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ നടക്കുന്നു. അന്തരീക്ഷം മാറാനായിട്ട് തുടങ്ങി. അവൻ്റെ സീല് അത് ചെയ്തിരുന്ന സൺ ഓഫ് ലൈറ്റ് അത് ബ്രേക്കായി. പവർ ഓഫ് ലൈറ്റ് അത് കാരണം അവന് നടക്കുന്നത് എന്താണ് എന്നത് ഓർമ്മ കാണില്ല. പിന്നെ ബോധത്തിലേക്ക് വരാൻ അവനെ കൊണ്ട് കഴിയണമെന്നില്ല എന്നൊക്കെ ഷിങ്ങു മനസ്സിൽ വിചാരിച്ചു. അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, എന്നാൽ കഴിഞ്ഞില്ല. അതല്ല ടൈം കഴിഞ്ഞ് പോയിരുന്നു. ഷിങ്ങുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അതെല്ലാം ജസ്റ്റ് മിസ്സിനാണ് ഇപ്പോൾ മാറുന്നത്. അവനവിടെ മുഴുവൻ എനർജി എടുക്കുകയാണ്. അത് നേരെ വിടുമ്പോൾ ഒരു ഷീൽഡ് വെച്ച് തടഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ്റെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കൺട്രോൾ ലോസായി പോകും എന്ന് ഷിങ്ങുവിനെ അറിയാം. അതുകൊണ്ട് തന്നെ അവനെ സീൽ ചെയ്യാൻ നോക്കി ഒരു ഫോർമേഷൻ അത് യൂസ് ചെയ്ത് നോക്കി. എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വർക്കിംഗ് ആയില്ല. അവനാകട്ടെ വെറുത്തണമായി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതാണ് ട്രൂ ഓഫ് പവർ ഓഫ് സൺലൈറ്റ്. എങ്ങനെ അവനെ ഉണർത്തണം എന്ന് പറഞ്ഞ് അവന് ഹീൽ ചെയ്യാൻ നോക്കി. അവൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പറയുമ്പോൾ അവൻ ആലോചിച്ച് കൺട്രോൾ കൊണ്ടുവരാൻ നോക്കിയത് ഇപ്പോൾ കുറെ കൂടി പോയതുപോലെ ഷിങ്ങുവിനെ അടിച്ച് തെറിപ്പിച്ച് സൺ ഓഫ് ലൈറ്റിൻ്റെ പവർ ആകട്ടെ ഔട്ട് ഓഫ് കൺട്രോളായി. ഇപ്പോൾ ഷിങ്ങുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി. അവൻ ആ ടൈം തന്നെ സീക്രട്ട് ഡിവൈൻ ടെക്നിക്ക് അതിലെ 2ാമത്തെ ടെക്നിക്കും പഠിച്ചെടുത്തു. അതാണ് സൺസ്ലാഷ്. അത് കണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു എന്ന ഷോക്ക് ആ സ്കില്ല് വിടുന്ന അത് തടയാൻ ഡിഫൻസിലെ സ്കില്ലും. അങ്ങനെ നിൽക്കുന്ന അവൻ്റെ അമ്മ അത് കെട്ടിക്കൊടുത്ത ആ റിബൺ കാണുന്നേ ഒറ്റ സെക്കൻഡ് അവ സൈലൻ്റ് ആയി പോയി. അവൻ്റെ അമ്മയുടെ ആ മെമ്മറി എന്ന് പിന്നെ ഒരു നിലവിളി. അവസാനം അവൻ്റെ അമ്മ കാരണം തന്നെ അവനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അവൻ ബോധം കിട്ട അങ്ങനെ വീഴുവാണ്. അപ്പോൾ തന്നെ ഷിങ്ങു വന്ന് പിടിച്ചു. ഷിങ്ങു ഈ പവർ ഓഫ് സൺ ഓഫ് ലൈറ്റ് അതിനെ കൺട്രോളിലെത്താൻ അവൻ്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ഹാവച്ചൻ ഇന്നു മുതൽ പവർ ഓഫ് സൺ ഓഫ് ലൈറ്റ് ആണ് എന്ന് മനസ്സിൽ പറയുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.